ഓക്കെ, അപ്പോൾ നമ്മൾ +1 മാത്സിലെ സെറ്റ്സ് എന്ന് പറയുന്ന പാഠമാണ്. അതിലെ എക്സാമിന് വരാൻ ചാൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന പാഠങ്ങളിലല്ലോ എന്താണ് 1-2 പാർട്ടായിട്ട് 3 പാർട്ടിലൊക്കെ ആയിട്ടാണ് ചെയ്യല്. പക്ഷേ ഇതിന് അത് വേണ്ടി വരും തോന്നില്ല. കാരണം ഇതിൽ വളരെ എളുപ്പത്തിലുള്ള പാഠമാണ്. ഇതിൽ 1.4 വരെയുള്ള എക്സസൈസസ് നിങ്ങൾക്ക് തന്നെ സ്വന്തം എന്ന് പറയേണ്ടത് ചെയ്യാൻ പറ്റുന്ന അത്ര എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററായത്. പിന്നെ എക്സസൈസ് 1.5 അതിൽ ഈ 3 ക്വസ്റ്റ്യൻ, അതായത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ന് പറയേണ്ടത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരെ തോന്നാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈ പാഠത്തിൽ പറയണത് അധികം എളുപ്പമാണ്, കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് നമ്മൾ അയ്യോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഇത് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ എക്സസൈസ് 1.5 5th 6th 7th എന്താണ് ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ബുക്കിൽ സൊല്യൂഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതുവഴി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇത് ക്വസ്റ്റ്യൻ 5 പറയുന്നത് ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം. ഇത് വേണ്ടിയെങ്കിൽ എക്സാമിന് വരാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ഇത് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. എ യൂണിയൻ ബി, ഇവിടെ നിന്ന് ഈ ഡാഷ് കാണിക്കുന്ന എ യൂണിയൻ ബീൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കണം. അതേപോലെ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്, എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, ഇതിനെല്ലാം നമ്മൾ വെൻ ഡയഗ്രാം വരക്കണം. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ അതായത് യൂണിവേഴ്സൽ സെറ്റായിട്ടുള്ള യു എന്ന് എന്ത് കുറക്കണം, എ യൂണിയൻ ബി കുറക്കണം. അപ്പോൾ എന്താ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇത്ര ഈ പറയുന്ന 3 ഞാൻ ഈ കാണിക്കുക 1 2 3 ഈ 3 ഭാഗങ്ങളാണ് ഈ പറയുന്ന എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനെ പുറത്തില്ല ഭാഗം, അതിന് ഇൻക്ലൂഡ് ചെയ്യാത്ത ഭാഗമായിരിക്കും അന്നേരം നമ്മളെ കോംപ്ലിമെൻറ്റിൽ വരും. അപ്പോൾ എന്താ ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഈ ഒരു എ യൂണിയൻ ബീൻ്റെ സെക്ഷൻ ഒഴിവാക്കി ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വന്ന്, അപ്പോൾ ഇതാണ് എ യൂണിയൻ ബി. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് ചെയ്യുക, എ ഇൻ്റർസെക്ഷൻ ബി അല്ല എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. അതിപ്പോൾ എവിടെ എഴുതുക, എ ഡാഷ്. ഇത് ആക്ച്വലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഡിമോർഗൻസ് ലോ ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അപ്പോൾ പിന്നെ എന്താണ് ഇത് ആക്ച്വലി ഇത് രണ്ടൊപ്പം സെയിം അല്ലേ, ലൈക്ക് യുനോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് തിരിച്ചിട്ട് ഇങ്ങനെ എഴുതാം ആസ് പെർ ഡിമോർഗൻസ് ലോ. നിങ്ങൾ ആ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്ന ഡിമോർഗൻസ് ലോസ്. അപ്പോൾ എന്താ ഫലത്ത് പറയുകയാണെങ്കിൽ ഇത് രണ്ടിൻ്റെ ആക്ച്വലി വെൻ ഡയഗ്രാം സെയിം ആണെന്നാണ് ചുരുക്കം. അതായത് ഇതിൽ കണ്ട ആസ് ഇൻ പാർട്ട് 1 അതാ പറഞ്ഞത്. അപ്പോൾ ഈ 2 ഗ്രാഫുകളും സെയിം ആണ്, ദിസ് വൺ ആൻഡ് ദിസ് വൺ ദേ ബോത്ത് ആർ സെയിം. അടുത്തത് എന്താ, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്, എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അപ്പോൾ അതെന്താണ് യു എന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്ത് കുറക്കണം, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പാർട്ട് കുറക്കണം. അപ്പോൾ എന്താ ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പാർട്ട്, ഈ ഒരു ഓവൽ പോലത്തെ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഭാഗമായിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ഷെയ്ഡ് ചെയ്ത് ഈ ഒരു സ്പെസിഫിക് എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ ഭാഗം മാത്രം ഒഴിവാക്കി ബാക്കി മൊത്തം ഷെയ്ഡ് ചെയ്ത്, അപ്പോൾ അതായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി വരും. അതേപോലെ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഈക്വൽ ടു ഇതെന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ആണ്. എന്ത് പ്രകാരം, ആസ് പെർ ഡിമോർഗൻസ് ലോ. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇങ്ങനെ ഉള്ളത് തിരിച്ചിട്ട് ഇങ്ങനെ എഴുതാം. അതെല്ലാം നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നത്, ബിക്കോസ് ഓഫ് ഡിമോർഗൻസ് ലോ. അപ്പോൾ എന്താ എ ഇൻ്റർസെക്ഷൻ അല്ല എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്തായിരിക്കും, ഇത് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷിൻ്റെ എന്താണ് സെയിം വെൻ ഡയഗ്രാം തന്നെയായിരിക്കും ഫലത്തിൽ. അപ്പോൾ ഇത് രണ്ടും സെയിം ഗ്രാഫ് തന്നെയാണ്, സെയിം വെൻ ഡയഗ്രാം തന്നെയാണ് വരിക. അപ്പോൾ ഇത് ചോദിച്ചാലും ഇത് ചോദിച്ചാലും ഇതാ വരക്കേണ്ടത്, ഇത് ചോദിച്ചാലും ഇതാ വരക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എനിക്ക് വരുന്ന എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ, ലെറ്റ് യു ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഇഫ് എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 60 ഡിഗ്രി, വാട്ട് ഈസ് എ ഡാഷ്. അത് എന്താണ് ഇതിപ്പോൾ ഇങ്ങനെ എന്താണ് വാല്യൂ പോലും മാറാണ്, ഇങ്ങനെ തന്നെ ഈ ടെക്സ്റ്റ് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. ഇപ്പോൾ പറയുന്നത് എന്താ, എ ഈസ് എ സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ഇൻ വിച്ച് നോ ട്രയാങ്കിൾ ഇസ് ഈക്വലാറ്ററൽ because one angle is different from 60 degree എന്താണ്, and we know that equilateral triangle has angle 60 degree. ഇതിലിപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ആംഗിൾ ഡിഫറെൻറ്റ് ഫ്രം 60 ഡിഗ്രി, 60 ഡിഗ്രി അല്ലാത്തൊരു ആംഗിളാണ് നമ്മളെല്ലാ ട്രയാങ്കിൾസിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും എന്തായിരിക്കും, ഓൾ ആംഗിൾസ് വിൽ ബി 60 ഡിഗ്രി. 60 ഡിഗ്രി അല്ലാത്തതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 60 ഡിഗ്രി ആവണം, അങ്ങനെയാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് 60 ഡിഗ്രി വെൻ വി ടേക്ക് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇറ്റ് ഷുവർലി ബിക്കം 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രിയിലെ 3 സൈഡ്സിൽ നമ്മൾ എന്താണ് ഒരു ആംഗിൾസ് ഇല്ല ഒരു ട്രയാങ്കിൾ നമ്മൾ എന്താ പറയുക, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയാം.
എന്താണ് 60 180 ഡിഗ്രി. അപ്പോൾ അതാ പറഞ്ഞിരുന്നത് എ ഡാഷ് ഈക്വൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ഇൻ എ. അത് നമുക്ക് അറിയുന്ന കാര്യം യു മൈനസ് എ ആണ്. അപ്പോൾ അതെന്താ വരിക? സെറ്റ് ഓഫ് ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് വരിക. ഈ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കാൻ ചാൻസ്. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ഇത് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു ഏകദേശം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആലോചിക്കുക. എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി കോൺസെപ്റ്റ് റിവൈസ് ചെയ്യിപ്പിക്കുകയാണ്. എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് യു ആണ്. വെൻ ഡയഗ്രം വരക്കുവാണെങ്കിൽ ഇത് എ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തില്ലതാ എ ഡാഷ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറത്തുള്ള ഭാഗമാണ് എ ഡാഷ്. ഇത് എ, ഇത് രണ്ടും കൂടി ഇതിൻ്റെ രണ്ടും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ എന്താ യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് യൂണിവേഴ്സൽ സെറ്റ് യു. അടുത്തത് ഫൈ ഡാഷ് ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഓഫ് എനി നൾ സെറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഒന്നുമില്ലാത്തതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ദ കോംപ്ലിമെൻറ്റ് ഓഫ് നത്തിങ് ഈസ് ഈക്വൽ ടു എവറിത്തിങ്. നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. നത്തിങ്ങിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എവറിത്തിങ്. എവറിത്തിങ് എന്ന് പറയുന്നത് എന്താ? ഈ നത്തിങ് എന്ന് പറയുന്നതാണ് നമ്മൾ നൾ സെറ്റ് ഫൈ എന്ന് പറയുന്നത്. എവറിത്തിങ് നമ്മൾ എന്താ പറയുക? യൂണിവേഴ്സൽ സെറ്റ് യു. അപ്പോൾ നമ്മൾ ഫലത്തിൽ ഇവിടെ എന്താ എടുക്കേണ്ടത്? ആദ്യം ഇത് കണ്ടുപിടിക്കേണ്ടത്, എന്നിട്ടാണ് ഈ കിട്ടുന്ന ആൻസറിനെയാണ് ഇതിൻ്റെ എൻ്റെ കൂടി ഇൻ്റർസെക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഫൈ ഡാഷ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഫൈ ഡാഷിന് ഫൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ യു ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നത്തിങ് ടു എവറിത്തിങ്. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ആണ്. എന്താണ് നമ്മളെ യുവിലും, അതായത് യുവിലാണ് എ ഉള്ളത്. അപ്പോൾ യുവിലും എയിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എ എന്ന് പറയുന്ന ആ ഒരു ടേമാണ് ഉള്ളത്, എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്ന ഫൈ. ലൈക്ക് ഇതിപ്പോൾ ഇത് കുറച്ച് എലമെൻറ്റ്സ്, ഇതിൻ്റെ പുറത്തും കുറച്ച് എലമെൻറ്റ്സ്, ഇത് ഈ പറയുന്ന പുറത്തുള്ള എലമെൻറ്റ്സിന് ഉള്ളിലത്തെ എലമെൻറ്റ്സ് ഒരു ബന്ധമില്ല. അപ്പോൾ ഇത് രണ്ടിൽ കോമൺ ആയിട്ട് എന്തായാലും ഇത് ഒന്നുമില്ല. ഫൈ നാൾ സെറ്റ് അതാണ് വരിക, നാൾ സെറ്റ്. അതായത് യു ഡാഷ് ഇൻ്റർസെക്ഷൻ എ, ഞാൻ പറഞ്ഞല്ലോ നത്തിങ്ങിൻ്റെ കോംപ്ലിമെൻറ്റ് എവറിത്തിങ് ആണ്. എവറിത്തിങ്ങിൻ്റെ കോംപ്ലിമെൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നത്തിങ് ആയിരിക്കും. അപ്പോൾ എന്താണ്? നത്തിങ്. അപ്പോൾ എന്താ? ഇത് യു, ഇതിപ്പോൾ എന്താ? ഫൈ. അപ്പോൾ എന്തായി? യു ഡാഷ് എന്ന് പറയുന്ന ഫൈ ഇൻ്റർസെക്ഷൻ എ. അപ്പോൾ ഫൈ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് ഈസ് നൾ സെറ്റ്. അപ്പോൾ എന്താണ്? നമ്മൾ ഏതൊരു സെറ്റിൻ്റെ നൾ സെറ്റിൻ്റെ എന്താണ് ഇത് നൾ സെറ്റിൻ്റെ നമ്മൾ ഒരു സെറ്റുമായിട്ട് നമ്മൾ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫൈനായിരിക്കും വരും. ഇൻ്റർസെക്ഷൻ ഓഫ് എനി സെറ്റ് എ ആൻഡ് എ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അപ്പോൾ എന്താണ്? ഇത് രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫൈ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഫൈ ആയിരിക്കും അതിലെ കോമൺ ആയിട്ട് വരുന്നുണ്ടാവും എലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് എന്താ പറയുക കുറച്ചൊരു ഇതും ആക്ച്വലി എന്താ പറയുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ച് ലെവൽ എന്താ പറയേണ്ടത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. ചിലപ്പോൾ എന്താ പറയുക ചാലഞ്ചിങ് എന്ന് പറയുന്നില്ല, കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നുന്നത് ചിലപ്പം ക്വസ്റ്റ്യൻ. ഇതെല്ലാം കാണുന്നില്ലേ? ഈ 6th ആണല്ലോ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം എക്സാമിന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതാണ് എനിക്ക് സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ പറയാനുള്ളത്. ഞാൻ എന്താണ് ഈ സെറ്റ്സിൻ്റെ ഈ ഒരു ഒറ്റ പാർട്ടിൽ ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു ചാപ്റ്റർ ആയിരിക്കും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? ഇതിലെ മിസ്സലേനസ് ക്വസ്റ്റ്യൻസ്, ഈ മിസ്സലേനസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ് ടോപ്പ് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഇത് ഞാനല്ലിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇത്, അതായത് ഈ എൻട്രൻസ് ലെവലിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതല്ലോ. ഇതിൽ കാണുമ്പോൾ കുറച്ച് എന്താ പറയുക വിഷമമുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ എന്താണ് ഞാനിതിൻ്റെ ഇതിൽ തന്നെ ഇത് റെയറായിട്ട് ചോദിക്കലില്ല. പക്ഷേ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് എഴുതാൻ പറ്റാണ്ടായി പോകാൻ പാടില്ല. കാരണം ഇത് ടെക്സ്റ്റിലുണ്ട്. ഇത് ടെക്സ്റ്റിൻ്റെ പുറത്ത് ഇവിടെയല്ല ഉള്ളത്, ഇവിടെയാണ് ഉള്ളത്. ഇതാ ദിസ് ഈസ് NCERT ടെക്സ്റ്റ് ബുക്ക്. അല്ലാണ്ട് എൻ്റെ ഇവിടെ ഈ ടീപോയിമേൽ അല്ലെങ്കിൽ മറ്റേന്ന് പറയേണ്ടത് ഇതെന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തല്ല ഉള്ളത്, ഈ ടെക്സ്റ്റ് ബുക്കിലാണ് സാധനം ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെയായിട്ട് ഇല്ല, ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല, ന്യായീകരിക്കാൻ പറ്റില്ല ഇത് ഇല്ല എന്നും പറഞ്ഞിട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നല്ല ടഫില്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നല്ല ടോപ്പ് ലെവൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ആയതല്ലോ. ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൽ വരാൻ ചാൻസ് ഇല്ല എന്താണ് വളരെ നമ്മളെ സാധ്യതയില്ല ചില ചോദ്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പോവാം. അതിൻ്റെ സൊല്യൂഷനായിരിക്കും ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സെറ്റ്സിൻ്റെ മിസ്സലേനിയസ് എക്സസൈസ് എന്നും പറയുന്ന സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസും ഞാനിപ്പോൾ ഈ കാണിച്ച 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ അതെല്ലാം നോക്കുന്നതായിരിക്കും. ഇതിൽ ഇന്നത്തെ നമ്മളെ NCERT സീരീസ് ചാലഞ്ചിലുള്ള ഷെഡ്യൂളിലാണ് സെറ്റ്സ് എന്ന് പറയുന്ന പാഠം. ഒബ്വിയസ്ലി എന്ന് പറയേണ്ടത് ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. പക്ഷെ അതിലെ NCERT എക്സാമ്പിൾസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പേജ് നമ്പർ 4 എക്സാമ്പിൾ 4 ഇതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നിങ്ങളെ
ഏതിന് വന്നത്, ക്രിസ്മസ് എക്സാമിന് വന്നത്. സോ ഇത് നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയമില്ലെങ്കിൽ നിങ്ങളിത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എക്സാമ്പിൾ 5 ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഭാഗം കൂടുതൽ സ്ട്രോങ് ആക്കുക. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം പേജ് നമ്പർ 7 എക്സാമ്പിൾ 6 ചെയ്യുക. ഇതൊന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫൈനൈറ്റ് ആണ് ഇൻഫൈനൈറ്റ് ആണോ എന്നല്ല, അത് നിങ്ങൾ ആ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കണം. അതേപോലെ പേജ് നമ്പർ 10 എക്സാമ്പിൾ നമ്പർ 9 അതും ചെയ്യണം. പിന്നെ ഇതാ പേജ് നമ്പർ 17 എക്സാമ്പിൾ നമ്പർ 19. ഇവിടെ എന്തെല്ലാം വെൻ ഡയഗ്രം എല്ലാം കാണുന്നില്ല, അതിൻ്റെ ആ ക്വസ്റ്റ്യൻ. ഓക്കെ. പിന്നെ നമ്മൾ പേജ് നമ്പർ 21 എക്സാമ്പിൾ 24 എക്സാമ്പിൾ 25 കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്ര എന്താണ് എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. ലൈക്കിനോ ഇത് വളരെ ബേസിക് ആയില്ല, ഐ മീൻ മിനിമം കണക്കായത്. പക്ഷേ ഇതെല്ലാം എക്സാമിന് വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പാഠത്തുനിന്ന് എന്തായാലും ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക.